ഞാൻ ഇപ്പം യൂട്യൂബിൽ ജയറാമിനെ ട്രോളിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിലെ കണ്ട്. പുള്ളിക്കാരൻ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടൊക്കെ നിന്ന് തള്ളി മറിക്കുന്നതിൻ്റെ കുറേ വീഡിയോസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഒരു മറ്റേ 2020 സിനിമയുടെ ക്ലൈമാക്സ് സംഭവത്തുള്ള സീനൊക്കെ വെച്ച് പുള്ളിക്കാരനെ ട്രോൾ ചെയ്യുന്ന കുറേ വീഡിയോ കണ്ട്. എളിമ 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 എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു പയ്യനൊക്കെ ട്രോളുന്നത് കണ്ട്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പം ജയറാം ശരി സെലിബ്രിറ്റി ആയതുകൊണ്ട് പുള്ളിക്കാരനെ മാക്സിമം നമുക്ക് ട്രോളാം എന്ന രീതിയിലിട്ട് ട്രോളുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ട്രോളുന്നുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. വേറൊന്നുമല്ല, പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഇതിലും നമ്മളെ കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഇത് വെച്ചൊക്കെ പുള്ളിക്കാരെ ഒന്ന് തള്ളി മറിച്ചതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷേ അങ്ങേര് സ്വയം പറയുന്നുണ്ടെങ്കിൽ നമുക്കിന്നൊരു ദോഷം ചെയ്യുന്നില്ലല്ലോ, മനസ്സിലായി? മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ എന്ന രീതിയിലൊന്നും പുള്ളിക്കാരൊന്നും കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതിൽ പുള്ളിക്കാരനെ ഇതാക്കിക്കൊണ്ട് സംസാരിച്ചതൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്. നമ്മൾ മലയാളീസ് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണ്ടേ? നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ കുറിച്ച് ശല്യമില്ല സോഷ്യൽ മീഡിയയിൽ, പുള്ളിക്കാരനോട് ഒരു ഉപദ്രവമില്ല. പുള്ളിക്കാരെന്തെങ്കിലും പറയട്ടെ. പിന്നെ ഈ പറയുന്ന എല്ലാവരും മാന്യന്മാരാണ്. നമ്മൾ എത്രയോ ആൾക്കാരുടെ പോയി നിന്നിട്ട് ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ തള്ളുന്നുണ്ടായിരിക്കും. നമ്മൾ എന്തോരം തള്ളുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഇപ്പം ജയറാമിനെ ട്രോളുന്നതിൽ പകുതിയും പകൽമാന്യന്മാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു കാമുകി ഉണ്ടെങ്കിൽ കാമുകിന് മുന്നിൽ കിടന്ന് എന്തോ ഒരു അഭിനയങ്ങൾ കാണിക്കുമായിരിക്കും. നമ്മൾ എന്തോ ഒരു അഭിനയിക്കും അവളെ മുന്നിൽ, നമ്മളൊന്ന് മാന്യനായി കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും അല്ല, ഞാൻ ഈ ട്രോളാൻ വേണ്ടി പുള്ളിക്കാരനെ ട്രോളുന്ന കുറേ ഒരു കൊച്ചു പയ്യെ ഇടയ്ക്ക് പുള്ളിക്കാരനെ ട്രോളുന്നുണ്ട്. വല്ലാത്ത രീതിയിലൊക്കെ ഞാൻ ആലോചിച്ചു, ദൈവമേ, അത് ഇപ്പം ജയറാം കാണുമ്പോൾ പുള്ളിക്കാരൻ എന്ത് വിഷമം തോന്നുന്നു. അങ്ങനെ മോൻ്റെ പ്രായം പോലും ഇല്ല, അവനേക്കാൾ ഇളയെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവൻ വരെ ജയറാമിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ട്രോളുമ്പോൾ എനിക്കോട് പുള്ളിക്കാരൻ ആ പയ്യൻ്റെ അച്ഛൻ്റെ പ്രായം കാണും ജയറാമിന്. മനസ്സിലായില്ലേ? എടാ മോനെ, നീ ഇപ്പം ജയറാമിനെ ട്രോളുന്നുണ്ടെങ്കിൽ നീ എന്തോരം നീ ഇപ്പം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നീ ഇപ്പം സ്നേഹിച്ചു നടക്കുന്ന പെണ്ണിൻ്റെ ഫ്രണ്ടിൽ നീ എന്തോരം അഭിനയങ്ങൾ കാണിക്കണമായിരിക്കും, നീ എന്തോരം ഡയലോഗ് അടിക്കണമായിരിക്കും. നീ ഒന്ന് സ്വയം ചിന്തിക്കുക. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മൾ നല്ലവനാണെന്ന് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കും. നിൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് ജയറാമെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരാളെ ഇങ്ങനെ പറയുമ്പോഴേ ആലോചിച്ച് നോക്ക്, എങ്ങനെയൊക്കെ പറയാൻ തോന്നണമെന്ന്. ഇങ്ങനെ ട്രോൾ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവനെന്നല്ല, ഈ കാണിക്കുന്നവരുടെ തക്ക സ്വഭാവം നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കണം. നിങ്ങൾ എത്ര ആൾക്കാരെ മുന്നിൽ കള്ളം പറയുന്നുണ്ടായിരിക്കും, നമ്മൾ എത്ര ആൾക്കാരെ മുന്നിൽ കിടന്ന് അഭിനയിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പെണ്ണ് കെട്ടാൻ പോകുന്ന ആൾക്കാർ കാണും. പെണ്ണ് കെട്ടാൻ പോകുന്ന പയ്യന്മാർ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ അവിടെ കിടന്ന് എന്തൊക്കെ അഭിനയങ്ങളായിരിക്കും കാണിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും കാണാൻ വേണ്ടിയിട്ട്. സ്വയം ചിന്തിക്കുക. പകൽ മാന്യന്മാരായി കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ഉടായ്പകൾ നിങ്ങൾ കാണിക്കണമായിരിക്കും. നമ്മൾ സ്വയം ചിന്തിക്കണം. ഒരാളെ കളിയാക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം, നമ്മൾ നല്ലവനാണോ? മനസ്സിലായില്ലേ? നമ്മൾ നല്ലവനാണെന്ന് സ്വയം ചിന്തിച്ച് നോക്കി. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജയറാമിനെക്കാളും വൃത്തികെട്ടവനായിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെ ഈ കച്ചറ സ്വഭാവമൊക്കെ മനസ്സിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി ഭയങ്കര ത്രില്ലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ജയറാമിനെ തമിഴ്നാട്ടിൽ എത്ര ഒരു കളിയാക്കുന്നല്ലോ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ പോയി ജയറാമിനെ ട്രോളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മലയാളീസിന് എനിക്ക് കുഴപ്പമുള്ളൂ. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ ട്രോള് കണ്ട കുറേ ആൾക്കാരുണ്ട്, ജയറാമിനെ തരം താഴ്ത്തി സംസാരിക്കുന്ന കുറേ ആൾക്കാർ. ഞാൻ അവരെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ സ്വയം ചിന്തിക്കും. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളാദ്യം നല്ലവനാണെന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് ജയറാമിനെ കുറ്റം പറയുന്നത്, ജയറാം ഭയങ്കര എളിമ കാണിച്ചോട്ടെ, പുള്ളിക്കാരൻ കാണിക്കണം. നമുക്കൊരു ശല്യമല്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് നല്ല എളിമ കാണിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കാണിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടോ? ജയറാം എളിമ കാണിച്ചെന്ന് വെച്ചാൽ നാളെ നമുക്ക് ജോലി കിട്ടാതിരിക്കുന്നുണ്ടോ? നമ്മളെ ജോലി അവിടെ തന്നെ ഉണ്ട്. നമുക്കിവിടെ ആഹാരം കിട്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ പോയി ആഹാരമുണ്ട് നമുക്ക്. ജയറാം നമുക്കൊരു ഉപദ്രവവും ഇല്ല. പുള്ളിക്കാരെ എളിമ കാണിക്കണം, പുള്ളിക്കാരൻ അത് പുള്ളിക്കാരൻ്റെ സ്വഭാവം, പുള്ളിക്കാരൻ കാണിക്കട്ടെ. എന്തിനാണ് പുള്ളിക്കാരനെ ചുമ്മാ കുറ്റം പറയാൻ നടക്കുന്നത്? ഈ കുറ്റം പറയുന്ന സമയത്ത് നിങ്ങളും ചിന്തിക്കുക, ഞാൻ കുറ്റം പറയാൻ വേണ്ടി അത്രയ്ക്ക് മാന്യനാണോ? സ്വയം ചിന്തിക്കുക.
100-ൽ എത്ര ശതമാനം മാന്യനായിരിക്കും നിങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സ്വയം ചിന്തിക്കണം. അത് നമ്മൾ കളിയാക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഞാൻ കളിയാക്കില്ല എന്നല്ല, ഞാനും കളിയാക്കും. ഞാനും കളിയാക്കും. നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ നമ്മളവനെ കളിയാക്കും. മനസ്സിലായി? നമുക്ക് എന്തെങ്കിലും ഉപദ്രവം, അയ്യോ ഇങ്ങനെ നമ്മൾ തിരിച്ച് കളയല്ല. നമുക്കൊരു ശല്യമില്ല, നമുക്കൊരു ഉപദ്രവം ഇല്ലാതെ ഒരാൾ അവിടെ കിടന്ന് എന്തെങ്കിലും കോപ്രായങ്ങളിൽ നമ്മൾ എന്തിനാ അവരെ കളിയാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ പറയണത് കേട്ട് നിങ്ങൾ നന്നാവണമെന്നല്ല ഞാൻ പറഞ്ഞതാണ്, ഒരു കാര്യം പറഞ്ഞതാണ്. ചിലപ്പോൾ ഞാൻ പറയണത് കേട്ടിട്ട് ചിലപ്പോൾ 100-ൽ 2 പേരായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാം, ആ ശരിയാണ് ആ ചേട്ടൻ പറഞ്ഞത്. മനസ്സിലായില്ലേ?